ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സൃഷ്ടി സങ്കല്പിലെ ആദിം ഭൈ എന്നുള്ള പാർട്ടാണ് കേട്ടോ. ആദിം ഭൈ. അഗർ യ നിഖിൽ സൃഷ്ടി മേരാ ഹി ലീലാതൻ ഹെ തുമ്ഹാരെ ആസ്വാദൻ കെ ലിയെ. അപ്പോൾ തൻ എന്ന് പറയുന്നത് ശരീരമാണ്. ഈ മുഴുവൻ സൃഷ്ടിയും ഈ ലോകം മുഴുവനും എൻ്റെ തന്നെ ശരീരമാണ്, നിന്റെ ആസ്വാദനത്തിന് വേണ്ടിയുള്ള എൻ്റെ തന്നെ ശരീരമാണെങ്കിൽ, അഗർ യെ ഉത്തുംഗ് ഹിംശിഖർ മേരെ ഹി രൂപലി ഢലാൻ വാലെ ഗോരെ കന്ദേ ഹെ. ഈ ഉയർന്നു നിൽക്കുന്ന ഹിമശിഖിരങ്ങൾ എൻ്റെ തന്നെ രൂപലി ഢലാൻ വാലി, എൻ്റെ തന്നെ ഢലാൻ എന്ന് വെച്ചാൽ സ്ലോപ്പാണ്. അപ്പം എൻ്റെ ശരീരം പോലെ സ്ലോപ്പുള്ള വെളുത്ത ഷോൾഡേഴ്സ് ആണെങ്കിൽ, ഈ ഉത്തുംഗമായ ഹിമശിഖിരങ്ങൾ എൻ്റെ തന്നെ ശരീരത്തിന്റെ സ്ലോപ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വെളുത്ത ഷോൾഡേഴ്സ് ആണെങ്കിൽ, ജിൻ പർ തുമ്ഹാര ഗഗൻ സാ ചൗഡ ഓർ സാവ്ല ഓർ തേജസ്വി മാഥ ടിക്താ ഹെ. അതിൽ എൻ്റെ ആ ഷോൾഡേഴ്സ് ആവുന്ന ഹിമശിഖിരങ്ങളിൽ നിന്റെ ഗഗൻസ ആകാശം പോലെയുള്ള, ചോട വീതിയുള്ള, ഓർ സാവ്ല കറുത്ത നിറമുള്ള, ഓർ തേജസ്വി മാഥ തേജസ്വിയുമായിട്ടുള്ള മാഥ നെറ്റി ഉറപ്പിച്ചു നിർത്തുന്ന ആ വെളുത്ത ഷോൾഡേഴ്സ്. അഗർ യ ചാന്ദിനി മേ ഹിലോരെ ലേത്താ ഹുവ മഹാസാഗർ. നിലാവിൽ ഹിലോരെ ലേത്താ ഹുവ എന്ന് വെച്ചാൽ അലയടിക്കുന്ന മഹാസാഗരം. മേരെ ഹി നിരാവൃത്ത് ജിസ്മ കാ ഉത്താർ ചടാവ് ഹെ. എൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഉത്താർ ചടാവ് എന്ന് വെച്ചാൽ കയറ്റവും ഇറക്കവും ആണെങ്കിൽ, अगर ये उमड़ती हुई मेघ घटाएं मेरी ही बल खाती हुई वे अलके हैं. മേഘങ്ങൾ മേരി ഹി ബൽ ഖാത്തി ഹുയി വേ അൽക്കെ ഹെ. എൻ്റെ തന്നെ അൽക്കെ, എൻ്റെ തന്നെ കേശങ്ങളാണെങ്കിൽ, മുടിയാണെങ്കിൽ, ജിൻഹെ തും പ്യാർ സെ ബിഖേർ കർ അക്സർ മേരെ പൂർണ്ണ വികസിത് ചന്ദൻ ഫൂലോं को ढक देते हो. ഇടയ്ക്കിടയ്ക്ക് നീ ബിഖേർന എന്ന് വെച്ചാൽ പരത്തിയിടുക, പരത്തി ഇടുന്ന ആ എൻ്റെ മുടികളാണ് ഈ മേഘങ്ങളെങ്കിൽ, അഗർ സൂര്യാസ്ത് വേല മേ പശ്ചിം കി ഓർ ഝർത്തെ ഹുए ये अजस्र प्रवाही झरने മേരി ഹി സ്വർണവർണി ജംഗായേ ഹെ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒഴുകി നീങ്ങുന്ന ഝർണെ, അരുവികള്, സ്ട്രീംസ്, എൻ്റെ തന്നെ സ്വർണ്ണ നിറമുള്ള ജംഗായി. ജംഗായി എന്ന് വെച്ചാൽ തുടകൾ ആണെങ്കിൽ, ഓർ അഗർ യ രാത് മേരി പ്രഗാഡ്താ ഹെ. ഈ രാത്രി എൻ്റെ തന്നെ ആഴമാണെങ്കിൽ, ഓർ ദിൻ മേരി ഹസി, ദിവസം എൻ്റെ പുഞ്ചിരിയാണെങ്കിൽ, ഓർ ഫൂൽ മേരെ സ്പർശ്, ഈ പൂക്കൾ എൻ്റെ സ്പർശവുമാണെങ്കിൽ, ഓർ ഹരിയാലി മേര ആലിംഗൻ, ഈ പച്ചപ്പ് എൻ്റെ ആലിംഗനമാണെങ്കിൽ, തോ യ തോ ബതാവോ മേരെ ലീല ബന്ധു കി കബി കബി മുझे ഭയ ക്യോं ലഗ്താ ഹെ. എന്നാൽ ഇതൊന്ന് പറഞ്ഞു തരൂ എൻ്റെ ലീലാ ബന്ധു, എനിക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. അക്സർ ആകാശ് ഗംഗ के सुनसान किनारों पर खड़े होकर जब मैंने अथाह शून्य में अनंत प्रदीप्त सूर्यों को कोहरे की गुफाओं में पंख टूटे जुगनुओं की तरह रेंगते देखा है तो मैं भयभीत होकर लौट आई हूँ. അക്സർ പലപ്പോഴും ആകാശഗംഗയിലെ സുൻസാൻ വിജനമായ കിനാരെ അറ്റങ്ങളില് നിന്നപ്പോൾ, ജബ് മാനെ അഥാഹ ശൂന്യമേ, ഞാൻ അത്രയും ഡീപ്പായിട്ടുള്ള ശൂന്യതയിൽ, അനന്ത് പ്രദീപ്ത സൂര്യോക്കോ, ഒരുപാട് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്മാരെ, കൊഹരെ കി ഗുഫാവും മേ പങ്ക് ടൂട്ടെ, കൊഹര എന്ന് വെച്ചാൽ മഞ്ഞുമൂടിയ ഗുഫ, ഗുഹകളില്, പങ്ക് ടൂട്ടെ ചിറകൊടിഞ്ഞ, ജുഗ്നുവോ കി തര റേങ്തേ ദേഖാ ഹെ. റേങ്ന എന്ന് വെച്ചാൽ ഇഴയുക എന്നാണ്. അപ്പോ ചിറകൊടിഞ്ഞ മിന്നാമിനുങ്ങുകളെ പോലെ, ജുഗ്നു മിന്നാമിനുങ്ങ്, ഫയർഫ്ലൈസ്, അതിനെ പോലെ നിരങ്ങുന്നത് കണ്ടിട്ടുണ്ട്. തോ മേ ഭയഭീത് ഹോക്കർ ലോട്ട് ആയി ഹും. അപ്പോൾ ഞാൻ പേടിച്ച് തിരിച്ച് വന്നിട്ടുണ്ട്. क्यों मेरे लीला बंधु, क्या वह आकाश गंगा मेरी मांग नहीं है, फिर उसके अज्ञात रहस्य मुझे डराते क्यों है.
അപ്പോൾ രാധ ചോദിക്കുകയാണ്, ഈ ആകാശ് ഗംഗ എൻ്റെ തന്നെ മാങ്കല്ലേ, സിന്ദൂരമിടുന്ന ആ സ്ഥലമല്ലേ, ഭാഗമല്ലേ? ഫിർ ഉസ്കെ അജ്ഞാത് രഹസ്യ, അതിൻ്റെ അജ്ഞാതമായിട്ടുള്ള രഹസ്യങ്ങൾ എന്നെ എന്തിനാണ് പേടിപ്പിക്കുന്നത്? और अक्सर जब मैंने चंद्रलोक के विराट अपरिचित झुलसे पहाड़ों की गहरी दुर्लंघ्य घाटियों में अज्ञात दिशाओं से उड़कर आने वाले धूम्रपुंजों को टकराते और अग्निवर्णी कर्कापात से वज्र की चट्टानों को घायल फूल की तरह बिखेरते देखा है. അപ്പോൾ അക്സർ പലപ്പോഴും ഞാൻ ചന്ദ്രലോകത്തിലെ വിരാടമായിട്ടുള്ള അപരിചിതമായിട്ടുള്ള പഹാഡ് മലകളുടെ ഗഹരി ദുർലംഘ്യ ഘാട്ടിയോമേ, ഡീപ്പായിട്ടുള്ള കടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള, ദുർലംഘ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഘാട്ടി വാലീസില് അജ്ഞാത് ദിശാവും സെ ഉടുക്കർ ആനെ വാലെ, അജ്ഞാതമായ ഡയറക്ഷനിൽ നിന്നും വരുന്ന ധൂമ്രപുഞ്ചോ കോ ടഖരാത്തെ ഓർ, ധൂമ്രപുഞ്ച് എന്ന് വെച്ചാൽ സ്മോക്ക്, ആ സ്മോക്ക് തമ്മിൽ കൂട്ടിമുട്ടുന്നതും, അഗ്നിവർണി കർക്കാപാത് സെ വജ്ര കി ചട്ടാനോ കോ, കർക്കാപാത് എന്ന് വെച്ചാൽ ഹെയിൽ സ്റ്റോൺ ഫോൾ ആണ്, അതായത് ആലിപ്പഴം എന്ന് പറയില്ലേ, വൈറ്റ് കളറിൽ ഒരു സ്റ്റോൺ പോലെ വീഴുന്നതാണ്. അപ്പം അങ്ങനെ അഗ്നിയുടെ കളറിലുള്ള കർക്കാപാത് ഉണ്ടാവുന്നു. അതില് വജ്ര കി ചട്ടാനോ കോ ഘായൽ ഫൂൽ കി തര ബിഖേർത്തെ ദേഖാ ഹെ, ഇങ്ങനത്തെ ആലിപ്പഴങ്ങൾ വന്ന് അടിച്ചിട്ട് വജ്രം പോലത്തെ ചട്ടാൻ പാറകള് മുറിഞ്ഞ് പൊടിയായി ബിഖേർന, സ്കാറ്റർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തോ മുജെ ഭയ ക്യോ ലഗാ ഹെ, അത് കണ്ടപ്പോൾ എന്താണ് ഞാൻ പേടിക്കാനായിട്ടുള്ള കാരണം? ഓർ മേ ലോട്ട് ക്യോ ആയി ഹൂ മേരെ ബന്ധു, അത് കണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പേടിച്ച് തിരിച്ചു പോന്നത്? ക്യാ ചന്ദ്രമ മേരെ ഹി മാഥേ കാ സൗഭാഗ്യ ബിന്ദു നഹി ഹെ, ഈ ചന്ദ്രൻ എൻ്റെ തന്നെ മാഥേ, എൻ്റെ തന്നെ നെറ്റിയിലെ സൗഭാഗ്യ ബിന്ദു അല്ലേ എന്ന് ചോദിക്കുകയാണ് രാധ. और अगर ये सारे रहस्य मेरे है और तुम्हारा സങ്കല്പ मैं हूँ, ഈ രഹസ്യങ്ങളൊക്കെ എൻ്റെ തന്നെയാണ്, നിന്റെ സങ്കല്പം തന്നെ ഞാനാണ്. और तुम्हारी इच्छा मैं हूँ, നിന്റെ ഇച്ഛയും ഞാൻ തന്നെയാണ്. और इस तमाम सृष्टि में मेरे अतिरिक्त यदि कोई है तो केवल तुम, तो मैं डरती किससे हूँ मेरे प्रिय. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ രഹസ്യവും രാധയുടേതാണ്, രാധ തന്നെയാണ് കൃഷ്ണന്റെ സങ്കല്പവും ഇച്ഛയും എല്ലാം തന്നെ. ഈ തമാം സൃഷ്ടി, ഈ മുഴുവൻ ലോകത്തിൽ രാധയല്ലാതെ, മേരെ അതിരിക്ത്, ഞാൻ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. പിന്നെ ഞാൻ എന്തിനെയാണ് പേടിക്കുന്നത് എന്ന് രാധാകൃഷ്ണനോട് ചോദിക്കുകയാണ്. ഓർ അഗർ യ ചന്ദ്രമ മേരി ഉംഗ്ലിയോ കെ പോറോ കി ഛാപ് ഹെ. ഓക്കെ, പോറെന്ന് പറഞ്ഞാൽ ജോയിന്റ് ആണ്. അപ്പം നമ്മൾ കൈ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വിരലുകളുടെ ജോയിന്റ്സ് കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു പോർഷനെയാണ് പറയുന്നത്. ഈ ചന്ദ്രമ എൻ്റെ തന്നെ വിരലുകളുടെ ജോയിൻസ് ആണെങ്കിൽ, ജോയിൻസിന്റെ പാടുകളാണെങ്കിൽ, और मेरे इशारे पर घटता और बढ़ता है, എൻ്റെ ഒരു ഇഷാര, എൻ്റെ ഒരു ജസ്റ്റർ കണ്ടിട്ട്, ഞാൻ കൊടുക്കുന്ന ആജ്ഞയ്ക്കനുസരിച്ചാണ് ഇത് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നതെങ്കിൽ. और अगर यह आकाश गंगा मेरे ही केश विन्यास की शोभा है, ഈ ആകാശഗംഗ എൻ്റെ തന്നെ കേശ് വിന്യാസ്, എൻ്റെ തന്നെ കേശത്തിന്റെ ശോഭയാണെങ്കിൽ, और मेरे एक इंगित पर इसके अनंत ब्रह्मांड अपनी दिशा बदल सकते हैं, എൻ്റെ ഒരു ഇംഗിതം, എൻ്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഓർഡർ കൊണ്ട് അനന്ത ബ്രഹ്മാണ്ടങ്ങൾ, ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ അതിൻ്റെ ഡയറക്ഷൻ മാറ്റുമെങ്കിൽ, എനിക്ക് ഒരു ആക്ഷൻ കൊണ്ട് ഒരുപാട് അനേകം ബ്രഹ്മാണ്ടങ്ങളുടെ ഡയറക്ഷൻ തന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ, തോ മുझे ഡർ കിസ്സേ ലഗ്താ ഹേ മേരെ ബന്ധു, ഇത്രയും പവറുള്ള ആളാണ് ഞാനെങ്കിൽ എനിക്ക് എന്തിനെയാണ് ഞാൻ പേടിക്കുന്നത്? कहाँ से आता है यह भय जो मेरे इन हिम शिखरों पर, महासागरों पर, चंदन वन पर,
स्वर्णवर्णी झरनों पर मेरे उत्फुल्ल लीला तन पर कोहरे की तरह फन फैलाकर गुंजलक बांध कर बैठ गया है. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭയം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ ഹിമശിഖരങ്ങളിൽ, മഹാസാഗരത്തിൽ, ചന്ദനവനത്തിൽ, അതുപോലെ തന്നെ സ്വർണവർണ്ണമുള്ള ഈ ജർണി, ഈ സ്ട്രീംസിൽ, അതുപോലെ തന്നെ എൻ്റെ മുഴുവൻ ഈ ശരീരത്തിൽ കൊഹരെ കി തര, മഞ്ഞു മൂടുന്നത് പോലെ, ഫൻ ഫെലാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാല് സർപ്പത്തിന്റെ ആ ഫാങ്ങിനെയാണ് പറയുന്നത്, ഫണത്തിനെയാണ്, നാഗഫണം എന്ന് പറയില്ലേ നമ്മള്, അതിനെയാണ് പറയുന്നത്. ഗുഞ്ചലക് ബാന്ത്കർ ബാറ്റ് ഗയാ ഹെ, അതായത് എന്നെ ചുറ്റിപ്പിണഞ്ഞ് കൊത്താനായിട്ട് നിൽക്കുന്ന ഒരു നാഗത്തെ പോലെ എൻ്റെ ഈ ലീലാ തന്നിനെ, എൻ്റെ ഈ ശരീരത്തെ മുഴുവൻ മഞ്ഞു മൂടിയതുപോലെ കവർ ചെയ്തിരിക്കുന്ന ഈ ഭയം എവിടെ നിന്നാണ് വന്നത്? ഗുഞ്ചലക്ക് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പിണയുന്നതിനെയാണ് പറയാ. ഉദ്ധാം ക്രീഡ കി വേല മേ ഭയ കാ യ ജാൽ കിസ്നെ ഫേക്കാ ഹെ. ഉദ്ധാം ക്രീഡ നടക്കുന്ന ഈ ഒരു അവസരത്തിൽ ഭയത്തിന്റെ ഈ ജാൽ, ജാൽ എന്ന് വെച്ചാൽ കെണി, വല, ഈ വല ആരാണ് എറിഞ്ഞത്? देखो ना इसमें उलझकर मैं कैसे शीतल चट्टानों पर निर्वसना जलपरी की तरह चटपटा रही हूँ. നോക്കൂ, ഈ ഒരു വലയിൽ കുടുങ്ങി ഞാൻ ശീതൽ ചട്ടാനോ പർ, പാറകളിൽ വീണ് കിടക്കുന്ന നഗ്നയായ ജൽപരിയെ പോലെ, ജലദേവതയെ പോലെ. ജൽപരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മേർമെയ്ഡിനെയാണ്. ചട്പട്ടാ രഹി ഹും, പിടയുകയാണ്. ഓർ മേരെ ഭീഗെ കേശോ സെ സീവാർ ലിപ്റ്റാ ഹെ, എൻ്റെ നനഞ്ഞ കേശത്തിൽ സീവാർ, പായല് കുടുങ്ങിയിരിക്കുന്നു. और मेरी हथेलियों से समुद्री पुखराज और पन्ने छिटक गए हैं और मैं भयभीत हूँ. എൻ്റെ കൈകളിൽ നിന്നും സമുദ്രി പുഖ്രാജ് ഓർ പന്നെ എന്ന് വെച്ചാൽ അതിലെ രത്നങ്ങളാണ്, എമറാൾഡ്, അങ്ങനത്തെ രത്നങ്ങള് എല്ലാം എൻ്റെ കയ്യിൽ നിന്നും വീണ് പോയിരിക്കുന്നു. ഓർ മേ ഭയഭീത് ഹും, ഞാൻ പേടിച്ചിരിക്കുകയാണ്. സുനോ മേരെ ബന്ധു, അഗർ യ നിഖിൽ സൃഷ്ടി മേരാ ലീലാതൻ ഹെ തുമ്ഹാരെ ആസ്വാദൻ के लिए, तो यह जो भयभीत है वह छायातन किसका है, किस लिए है मेरे मित्र. അപ്പോൾ കൃഷ്ണനോട് രാധ വീണ്ടും ചോദിക്കുകയാണ്, ഈ നിഖിൽ സൃഷ്ടി, ഈ സൃഷ്ടി മുഴുവനും, ഈ ലോകം മുഴുവനും എൻ്റെ ശരീരമാണ്, നിന്റെ ആസ്വാദനത്തിന് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണെങ്കിൽ, തോ യ ജോ ഭയഭീത് ഹെ വ ഛായാതൻ കിസ്കാ ഹെ, ഈ പേടിച്ചിരിക്കുന്ന ആ ഒരു ശരീരം ആരുടേതാണ്? കിസ് ലിയേ ഹെ, എന്തിനു വേണ്ടിയുള്ളതാണ്? മേരെ മിത്ര, എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കൃഷ്ണനോട് രാധ ചോദിക്കുകയാണ്.